നമ്മൾ തുടക്കത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. അതിൽ പ്രധാനം യുദ്ധം അവർക്കുണ്ടാക്കുന്ന കെടുതികൾ, യുദ്ധം മാത്രമല്ല സാങ്ഷൻസ്, ഉപരോധം, ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധം, പ്രത്യേകിച്ചും അമേരിക്ക, ഇസ്രായേൽ, അവർക്കുണ്ടാക്കുന്ന കെടുതികൾ ഒട്ടും ചെറുതല്ല. പക്ഷേ അപ്പോഴും ലോകത്തിന് മുന്നിൽ കഴിഞ്ഞ 6 മാസമായി തലയുയർത്തി നിൽക്കുകയാണ് ആ രാജ്യം. മറ്റൊന്നുമല്ല, അമേരിക്കയും ഇസ്രായേലും പോലെയുള്ള 2 വൻ ശക്തികളോട് പോരാടി വലിയ ആക്രമണങ്ങളെ നേരിട്ട് ഇപ്പോഴും ആ രാജ്യം വെല്ലുവിളികൾ ഒട്ടും കുറയ്ക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ ആ രാജ്യത്തിനുള്ള അവസ്ഥ അതൊന്നുമല്ല, അതികഠിനമാണ്, അത് ദയനീയമാണ്. അവിടുത്തെ സർക്കാർ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം. ഏറ്റവും വിഭവസമൃദ്ധമായ രാജ്യം കൂടിയാണ്. പലവിധ ശേഷികളുടെ കാര്യത്തിൽ ഇറാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തലസ്ഥാനമായ ടെഹ്റാൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഫദായിയാൻ ഇസ്ലാം തെരുവിൽ 50കൾ പ്രായമുള്ള ഒരു സ്ത്രീ, അവർ വളരെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ്, അരിപ്പൊതിയിലേക്ക് ഉറ്റുനോക്കി അതിൻ്റെ വില പരിശോധിക്കുന്ന ചില വിവരങ്ങൾ. ഒടുവിൽ അവർ പറയുകയാണ്, 2 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വിഭവസമൃദ്ധമായ ഈ രാജ്യത്ത് ഇത്ര ദരിദ്രയായി തനിക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച്. ഏറ്റവും പ്രധാന എണ്ണ കയറ്റുമതിക്കാരായിരുന്നു ഇറാൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ കൂടി ഇറാൻ കെട്ടിപ്പടുത്തിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള സംഘർഷങ്ങളെയും നേരിടാൻ പതിറ്റാണ്ടുകളായി അധികൃതർ സ്വയം പര്യാപ്തതയിലൂന്നിയുള്ള ഒരു നയങ്ങൾ സ്വീകരിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പരമാവധി സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങളടക്കം അവിടെ തന്നെ വിളയിച്ചെടുക്കുക, അവരുടെ ഉള്ള സമ്പത്ത് കൃത്യമായി വിനിയോഗിക്കുക എന്നതൊക്കെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല കാര്യങ്ങളുമായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി പല കണക്കുകളും പുറത്തു വരുന്നത്, ഇറാനിലെ പല കണക്കുകളും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. മിക്ക അവശ്യ സാധനങ്ങളെയും പണപ്പെരുപ്പം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എണ്ണയും കൊഴുപ്പുമാണ് അവിടെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന 2 സാധനങ്ങൾ. അവയുടെ വിലയാണ് ഇപ്പോൾ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത്. വീടുകളിൽ പാചകത്തിന് പ്രധാനമായും എണ്ണയെ ആശ്രയിക്കുന്ന ഈ രാജ്യത്ത് പണപ്പെരുപ്പ നിരക്ക് 261.5% ഈ സാധനങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി ക്ഷീരോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പാലും ചീസും അവരുടെ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന 2 സാധനങ്ങളാണ്. അവയുടെ പണപ്പെരുപ്പ നിരക്കാകട്ടെ 147.1% കുതിച്ചു വരികയാണ്. ഒപ്പം ചുവന്ന ഇറച്ചി, കോഴിയിറച്ചി എന്നിവയ്ക്കും അവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും 140.2% പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ പ്രധാന ഭക്ഷണമായ ബ്രെഡിനെ പോലും വിലക്കയറ്റം വെറുതെ വിടുന്നില്ല. ബ്രെഡ്, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ പണപ്പെരുപ്പം 116.7% എത്തിയിരിക്കുകയാണ്. അങ്ങനെ യുദ്ധമുണ്ടാക്കുന്ന സമ്മർദ്ദം ദശലക്ഷക്കണക്കിന് ആളുകളെ ഇറാനിലെ ഉപജീവനത്തിലും അതിജീവനത്തിലുമായി പോരാടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്നിരുന്നാലും അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള 5 മാസത്തെ സംഘർഷത്തിനിടയിലും പ്രതിസന്ധിയിലായ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണ തകർച്ചയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വെല്ലുവിളികളുടെയൊക്കെ ആഘാതം ഇറാനിലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പക്ഷേ അനുഭവപ്പെടുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുകയാണ്. 2 വർഷം മുൻപ് പല ആളുകളും ഒന്നും ആലോചിക്കാതെ തന്നെ വിപണിയിൽ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. പഴങ്ങളും പച്ചക്കറികളുമൊക്കെ ഒരുപാട് സുലഭമായിരുന്നു. പക്ഷേ ഇപ്പോൾ പണപ്പെരുപ്പം അവരുടെ കുടുംബ വരുമാനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് ഭക്ഷണ മേശയിലേക്ക് വിഭവങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്ന് അവിടുത്തെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു പശ്ചാത്തലമാണ്. പല സാധനങ്ങളുടെയും വില 4 ഇരട്ടിയായും മറ്റും വർദ്ധിച്ചു. നാവിക ഉപരോധം, യുദ്ധങ്ങൾ, ദേശീയ കറൻസിയുടെ മൂല്യത്തകർച്ച, അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന മൂല്യത്തകർച്ചയിലേക്ക് ദേശീയ കറൻസി എത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇറാനിൽ സർവ്വസാധാരണമായി ഇപ്പോൾ വിലക്കയറ്റവും പണപ്പെരുപ്പവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇറാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇറാനിയൻ കലണ്ടറിലെ തീർമാസത്തിൽ, അതായത് ജൂൺ 21 മുതൽ ജൂലൈ 20 വരെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവ് 128%. അങ്ങനെ പല ഇറാനികൾക്കും വിപണിയിലേക്കുള്ള യാത്ര ഒരു ദുസ്സഹമായ അനുഭവമാക്കി മാറ്റിയ പശ്ചാത്തലമുണ്ട്. പ്രധാനപ്പെട്ട 10 ഭക്ഷ്യവിഭാഗങ്ങളിൽ 8 പണപ്പെരുപ്പ സൂചിക 100% എന്ന പരിധി കടന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദുരിതത്തിലൂടെ സാധാരണ ജനങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തു പാചകം ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വിപണിയിൽ നിന്നും മറ്റും മടങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. എന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ, ഉപരോധങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും ഈ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാവില്ല എന്നും ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ല എന്നും മറ്റുമാണ് ഇറാനിൽ ഉയരുന്ന പൊതുവികാരം. പക്ഷേ നമുക്കറിയാം, അവിടെ
ജനങ്ങൾ പ്രതികരണശേഷി വളരെ കുറഞ്ഞവരാണ്. പ്രതികരിക്കുന്നവരെയൊക്കെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെയുണ്ട്. ഭരണകൂടത്തിന് കീഴിൽ അടിച്ചമർത്തൽ അനുഭവപ്പെടുന്ന വലിയ ഒരു ജനവിഭാഗം അവിടെയുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുക മാത്രമാണ് അവർ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ടെഹ്റാൻ നഗരത്തിലെ ദാരിദ്ര്യരേഖ 900 ദശലക്ഷം റിയാലായി $654 ഉയർന്നിരിക്കുന്നു. ഭയാനകമായ ഒരു സൂചികയിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.